അല്ല, അതെ, ആചാര്യന്മാർ നിഷ്കർഷിച്ചത് തന്നെയാണ്. എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല. പക്ഷേ ഇതിലൂടെ എത്ര പേർ മനസ്സിൻ്റെ ചലനത്തെ നിർത്തിയിട്ടുണ്ട്? അല്ല, അത് ധാരാളം പേർക്ക് ഇങ്ങനെ സങ്കല്പങ്ങളെ നിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പേർക്ക് നിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരി. പക്ഷേ ഇതിൻ്റെ എത്ര ഇരട്ടി ആളുകൾ ഇതൊക്കെ ചെയ്തിട്ടും മനസ്സിന് സ്വസ്ഥത ലഭിക്കാതെ വിഷമിക്കുന്നുണ്ട്? എൻ്റെ അഭിപ്രായമല്ല, കൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണ്, വിഷീദന്തി അസമാധാനാഹ മനോ നിഗ്രഹ കർഷിതാഹ. മനസ്സിനെ പല സാധനങ്ങളിലൂടെയും ബലാത് നിയന്ത്രിക്കാൻ വേണ്ടി യോഗിമാർ പെടാപ്പാടുപെടുന്നു. അവസാനം ഈ മനസ്സ് അവരുടെ വരുതിയിൽ വരുന്നില്ല എന്നറിയുമ്പോൾ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സാധന ചെയ്തോളൂ, വേണ്ടെന്നല്ല. മനസ്സ് അടങ്ങി തരുന്നെങ്കിൽ ലാഭം തന്നെ. ലോട്ടറി എടുക്കുന്നത് പോലെ ഒരു 50 രൂപയോ 100 രൂപയോ മുടക്കി നമ്മളൊരു ലോട്ടറി എടുക്കുന്നു. ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിലും ഒരു തേർഡോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഈ ജ്ഞാനികൾ സാധനകൾ വേണ്ടെന്ന് പറയുന്നില്ല. ഉറപ്പായും നിങ്ങൾക്ക് ജ്ഞാനം നേടാനുള്ള ഒരു മാർഗം, ഒരു പ്രയാസവും കൂടാതെ, ഒരു വിഷമവും കൂടാതെ, ആർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആർക്കും എപ്പോഴും എവിടെയും അഭ്യസിക്കാൻ പറ്റുന്ന ഒരു സാധനയാണ് ഈ തത്വവിചാരം എന്നുള്ളത്. ആ തത്വവിചാരം അങ്ങനെ ചെയ്യാൻ കഴിയും എന്നിരിക്കെ മറ്റു മാർഗങ്ങളിലേക്ക് എന്തിനാണ് തിരിയുന്നത്? അല്ല, അതിനുള്ള സാഹചര്യവും സമയവും ഒക്കെ ഉള്ളവർ ചെയ്തോട്ടെ, വേണ്ടെന്നല്ല. അതൊന്നും വിഫലമാണ് എന്നും അഭിപ്രായമില്ല. നമ്മുടെ വീട്ടമ്മമാർ, വീട്ടിൽ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അമ്പലം എന്ന് പറയുന്നത് അടുക്കളയാണ്. അറിയാവോ? അവരുടെ അമ്പലം എന്ന് പറയുന്നത് അടുക്കളയാണ്. പാചകമാണ് അവരുടെ പൂജ. ഈ വീട്ടുജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇവർക്ക് എപ്പോഴാണ് അമ്പലത്തിൽ പോകാൻ സമയം കിട്ടുക? കുട്ടികളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഇനി ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം. അപ്പോൾ ഇതൊക്കെ തീർത്തിട്ട് അലക്കൊഴിഞ്ഞിട്ട് ഒരു കാശി യാത്ര എപ്പോഴാണ് സാധ്യമാവുക? ഈ തത്വവിചാരം അങ്ങനെയല്ല. അതിന് നിശ്ചിത സമയമില്ല, നിശ്ചിത സ്ഥലമില്ല. കാണുന്നതൊക്കെ ആത്മാവ്. ബാലകൃഷ്ണ സാറ് പറഞ്ഞിട്ടുള്ളതാണ്, അമ്മിയിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ ബ്രഹ്മപൂജ. അല്ല, അതൊക്കെ ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെ പൂജയായിട്ട് കരുതാൻ പറ്റും? പൂജിക്കാൻ പൂക്കൾ വേണ്ടേ? ധൂപദീപാദികൾ വേണ്ടേ? പൂജ എന്നുള്ള ആ കർമ്മം ഒരു വിഗ്രഹമോ ഒരു പടമോ വെച്ച് നമ്മൾ ചെയ്യുന്നതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പടവും വിഗ്രഹവും ഒക്കെ ജീവനുള്ളവയാണോ? എൻ്റെ ചോദ്യത്തിന് ആലോചിച്ച് മറുപടി പറയണം. നമ്മൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ചിത്രങ്ങളും ഇതൊക്കെ ജീവനുള്ള ചൈതന്യമുള്ളവയാണോ? അല്ല, ജഡവസ്തുക്കളാണ്, നിർജീവ വസ്തുക്കളാണ്. അവയിൽ നമുക്ക് ഈശ്വരഭാവം ഉണ്ടാവുന്നു. ഇതുപോലെ നിർജീവ വസ്തുക്കളായ അടുക്കളയിലുള്ള അമ്മിക്കല്ലിലും കുഴവിയിലും അതുപോലെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും പലവ്യഞ്ജനങ്ങളിലും എന്തുകൊണ്ട് ദൈവഭാവം പുലർത്തിക്കൂടാ? അല്ല, അത് ബുദ്ധിമുട്ടാണ്. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പമുള്ള വേറൊരു ജോലിയില്ല. എന്തും അഭ്യാസത്തിലൂടെയാണ് നമ്മൾ കരഗത സ്വന്തമാക്കുന്നത്. അത് മനസ്സിലാക്കുക. ആദ്യം കുറച്ചു കാലം ശീലിക്കണം, മറന്നുപോകും. അതാണ് പലരുടെയും പരാതി. തത്വവിചാരത്തിന് അത് അഭ്യസിക്കുമ്പോൾ ആദ്യം കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ അതുപോലെ ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല. നേരിട്ട് നമ്മൾ ആത്മാവിൽ ചെല്ലുകയാണ്, എല്ലാം ആത്മമയമായി കാണുകയാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണനെ നിയന്ത്രിക്കുന്നതിലൂടെ സങ്കല്പങ്ങളെ നിരോധിക്കുന്നു.
എന്തിനാണ് സങ്കല്പങ്ങളെ നിരോധിക്കുന്നത്? ഈ തത്വവിചാരം എല്ലാം ബ്രഹ്മമാണ്, ഈശ്വരനാണ് എന്ന സത്യം ഉറപ്പ് വരാതെ നമുക്ക് ശാന്തി ഉണ്ടാവത്തില്ല. ഒരാൾ അന്ധമായി പ്രാണായാമം ചെയ്യുന്നു, അതായത് മനസ്സിനെ നിയന്ത്രിക്കുന്നു, സങ്കല്പങ്ങളെ നിരോധിക്കുന്നു. സങ്കല്പങ്ങളെ നിരോധിച്ചാൽ കുറച്ചു നേരത്തേക്ക് സങ്കല്പരഹിതമായ ഒരു സ്ഥിതി ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് സത്യം എന്താണെന്ന് പിടികിട്ടിയോ? ഇതാണ് സാറ് ചോദിക്കുന്നത്, ബാലകൃഷ്ണൻ സാർ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് സത്യം എന്താണെന്ന് പിടികിട്ടിയോ? നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ചു, ഓക്കെ ശരി. പക്ഷേ ഈ മനസ്സ് വീണ്ടും മായയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ. നിങ്ങൾ വ്യവഹാര രംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പല ദൃശ്യങ്ങളും പല സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തിയെ തകർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴവിടെ തന്നെ ഇരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുമോ? അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ധ്യാനിക്കുമോ? എന്താണ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ ഒരു സാധനയായിട്ട്, ഒരു അഭ്യാസമായിട്ട് മനസ്സിനെ കുറച്ചായിട്ട് മെരുക്കിയെടുക്കാൻ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ മനസ്സിനെ മെരുക്കിയെടുക്കുന്നത് തന്നെ തത്വബോധം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. തത്വബോധത്തിനുള്ള ഒരു തറക്കല്ലാണ് നമ്മൾ ഇടുന്നത് ഈ സാധനകളിലൂടെ. മനസ്സിനെ ശാന്തമാക്കി സങ്കല്പങ്ങളെ നിരോധിച്ച് ഈ മനസ്സിന്റെ ഇളക്കം ഒന്ന് ഉപശമിച്ചാലല്ലേ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റൂ. അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ചെയ്യും. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഓരോരുത്തരുടെയും വാസന വ്യത്യസ്തമാണ്. അവരവർക്ക് എളുപ്പമെന്ന് തോന്നുന്നത് അവരവർ ചെയ്യും. അത് അവരവരുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എല്ലാം ഈശ്വരമയമാണ് എന്ന തത്വം ഉറപ്പ് വരാതെ നിങ്ങൾക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. വ്യവഹാരോ വാചിക. വ്യവഹാരം എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം. നമ്മൾ പലരുമായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരു താല്പര്യവും ഉണ്ടാവത്തില്ല, അവർ പറയുന്ന കാര്യം കേൾക്കാൻ അശേഷം താല്പര്യം ഉണ്ടാവത്തില്ല. എന്നാലും ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇറങ്ങി പോണമെന്ന് പറയാൻ പറ്റുമോ? ഫോണാണെങ്കിൽ കട്ട് ചെയ്യാനെങ്കിലും പറ്റും. നേരിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി വരികയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. അവർ പറയുന്നത് എന്തെന്നോ, ഒരുപാട് ദിവസമായില്ല, ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്ന. നീ ഫോൺ വിളിച്ചിട്ട് പറയും, സാറിൻ്റെ ശബ്ദം കേട്ടിട്ട് കുറേ നാളായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും ഒന്ന് വായിക്കുന്നത് വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, എൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കും. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ മന്ദബുദ്ധി പോലും ഒന്നും പ്രവർത്തിക്കുകയില്ല. ഓരോരുത്തരുടെയും ആഗമനോദ്ദേശ്യം വേറെ വേറെയാണ്. ഒന്നും കാണാതെ പട്ടര് ആറ്റിച്ചാടത്തില്ല. പട്ടര് മാത്രമല്ല, നായരും മുസ്ലിമും ക്രിസ്ത്യാനിയും ഈഴവനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല ആരും. പിന്നെ ആ പഴഞ്ചൊല്ലിൽ പട്ടരെന്നായിപ്പോയി, ഒന്നും കാണാതെ പട്ടരെ ആറ്റിച്ചാടത്തില്ല, ബാക്കിയുള്ളവർ ചാടുവോ പോ. അപ്പൊ വ്യവഹാരം വാചികമാണ്. കർമാണി കായികാനി. കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. ശരീരം കൊണ്ട് കർമ്മം ചെയ്താലും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഉറപ്പാണ് ജ്ഞാനിയുടെ ഉള്ളിൽ. നമേ പാർത്ഥാസ്തിക കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. കൃഷ്ണന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അർജുന, എനിക്ക് ത്രിഭുവനങ്ങളിലും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇന്ന കർമ്മം ഞാൻ ചെയ്തേ പറ്റൂ, ഇത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അങ്ങനെ ഒരു കർമ്മവും ഇല്ല. നിന്റെ തേര് തെളിക്കാൻ നീ എന്നോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തല നീ വെട്ടിക്കളയത്തൊന്നുമില്ല, എന്നെ മൂക്കി കയറ്റത്തുമില്ല നീ. അണ്ണാ, എൻ്റെ വണ്ടി ഒന്ന് ഓടിക്കണം, വണ്ടി ഞാൻ തരാം. എനിക്ക് യുദ്ധം ചെയ്യണം, അതിൻ്റെ
തേരാളിയായിട്ട് അങ്ങ് വേണം. കൃഷ്ണൻ ആലോചിച്ചു, തേരോടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ആ രഥം തെളിക്കുന്ന ആ വിദ്യ അദ്ദേഹത്തിന് വശമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, എനിക്ക് ഇഷ്ടമുള്ള കർമ്മം, ഇഷ്ടമില്ലാത്ത കർമ്മം, ഈ ഇഷ്ടാനിഷ്ടങ്ങളാണ് ആദ്യം ഉള്ളിൽ നിന്ന് പോകേണ്ടത്. ഞാൻ ഇന്നതേ ചെയ്യൂ, ഇന്നത് ചെയ്യില്ല, അങ്ങനെ നിർബന്ധം അല്ല. മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതിനൊരു സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം നല്ലതുപോലെ ഓർമ്മിക്കുക, നിങ്ങൾക്കിഷ്ടമില്ലാത്ത പലതും നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇന്നതേ ചെയ്യൂ, ഇന്നത് ചെയ്യില്ല, എന്തിനീ നിർബന്ധം? എന്നോടെന്തിനീ പിണക്കം, എന്നുമെന്തിനാണ് എന്നോടു പരിഭവം? ഈ നിർബന്ധം എന്തിനാണ്? കർമ്മത്തിൽ നമുക്കിഷ്ടമുള്ള കർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ഏതൊരു വ്യക്തിക്കുമുണ്ട്. പക്ഷെ അതിൽ പിടിമുറുക്കണ്ട എന്നാണ്. പിടിമുറുക്കരുത്. അത് ഏത് കർമ്മമായാലും, പൂജ, ആരാധന, പാരായണം, ക്ഷേത്ര ദർശനം, തീർത്ഥാടനം, ഒന്നിലും നിർബന്ധം പാടില്ല. പറ്റുമെങ്കിൽ പോവുക, പറ്റിയില്ലെങ്കിൽ സന്തോഷത്തോടു കൂടി, ആ സന്തോഷത്തോടു കൂടി എന്നുള്ള വാക്ക് അടിവരയിടണം. സന്തോഷത്തോടു കൂടി, വിഷമിക്കാതെ വീട്ടിൽ തന്നെ കഴിയുക. ഇങ്ങനെ മനസ്സിൻ്റെ ആ സമസ്ഥിതി നേടാതെ നമുക്ക് ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ല. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ജാഗ്രദേവ സുഷുപ്തസ്ഥോ ജീവന്നേവ മൃതോപമഃ കരോതി സർവമാചാരം ന കരോതി ച കിഞ്ചന. ജാഗ്രദേവ സുഷുപ്തസ്ഥഃ, ജ്ഞാനി ഉണർന്നിരിക്കുമ്പോൾ, അയാൾ ഉണർന്നിരിക്കുകയാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കരുതുമ്പോഴും അദ്ദേഹം ആന്തരികമായി ഗാഠനിദ്രയിലാണ്. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ വേദാന്തത്തിൻ്റെ ചില പ്രസ്താവനകൾ അത് നമുക്ക് ദഹിക്കുന്നില്ല. എത്ര ആലോചിച്ചാലും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് അനുഭവിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും ബുദ്ധിയും അതാതിൻ്റെ മണ്ഡലത്തിൽ വ്യവഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴും താൻ ഒന്നിലും ഉൾപ്പെടാതെ ഗാഠനിദ്രയിൽ സുഖമനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിയെപ്പോലെ സ്ഥിതി ചെയ്യുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഈ ശരീര മനോബുദ്ധ്യാദികളുമായിട്ടുള്ള താദാത്മ്യം ഉപേക്ഷിക്കപ്പെട്ടാൽ ഈ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അറിയാമല്ലോ അത്. അതായത് ഇത് ആന്തരികമായ ഒരു അകൽച്ചയാണ്. മായാകാര്യങ്ങളുമായി താദാത്മ്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ജ്ഞാനിയുടെ ഈ ആന്തരികമായ സ്ഥിതി മനസ്സിലാവില്ല. പക്ഷേ രാമൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഒരു ജ്ഞാനിയുടെ വ്യവഹാരം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹം എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, ഇതൊക്കെ അറിയാനാണ് രാമൻ താത്പര്യം പ്രകടിപ്പിച്ചത്. ഇപ്പം അതിനുള്ള മറുപടി വസിഷ്ഠ മഹർഷി പറയുന്നു. നമുക്ക് മനസ്സിലാകുമോ എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ്. അല്ല, മനസ്സിലാകുന്ന രീതിയിൽ മറുപടി പറയണം. ചില കാര്യങ്ങളൊക്കെ അല്പം പ്രയത്നിച്ചാൽ വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ആധ്യാത്മിക തലത്തിലുള്ള അനുഭവങ്ങളെ എത്ര പറഞ്ഞാലും വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല. അതാത് വ്യക്തികൾ സ്വയം അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ ജാഗ്രത്തിൽ തന്നെ സുഷുപ്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സോടുകൂടിയവനാണ് ജ്ഞാനി. ഇനി ജീവന്നേവ മൃതോപമഃ,
അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച വ്യക്തിയാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചുപോയവനാണ് ജ്ഞാനി. മരിച്ച മനസ്സോടുകൂടി ജീവിക്കുന്നവൻ. മരിച്ച മനസ്സ് എന്ന് പറഞ്ഞാൽ മൃതമനസ്സ്. മനസ്സെപ്പോഴാണ് മരിക്കുക? സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ. മനസ്സിൻ്റെ ചലനങ്ങൾ അസ്തമിക്കുമ്പോഴാണ് മനസ്സ് മൃതമാവുന്നത്. അങ്ങനെ മരിച്ച മനസ്സോടുകൂടി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അങ്ങനെ ജീവിക്കുന്നവരാണ് ജ്ഞാനികൾ. അവരുടെ ശരീരം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സ് പണ്ടേക്ക് പണ്ടേ മരിച്ചു കഴിഞ്ഞു. അവരുടെ ഉള്ളിൽ ഒരു ചലനവുമില്ല. ഒരു നിശ്ചലതയും സുഖവും മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. ജീവന്നേവ മൃതോപമഃ കരോതി സർവമാചാരം. നന്മ മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഈ ജ്ഞാനികൾ. അല്ല, ജ്ഞാനി അദ്ദേഹത്തിന് നന്മതിന്മകളില്ലല്ലോ, അപ്പൊ എന്ത് തോന്നിയാസം വേണമെങ്കിലും അവർ പ്രവർത്തിച്ചൂടെ? അങ്ങനെ പറ്റില്ല. തിന്മയെ ബോധപൂർവം ഉപേക്ഷിച്ച് നന്മയിലേക്ക് വന്നവരാണ്. ആ നന്മയുടെ തലത്തിൽ നിന്ന് ജ്ഞാന തലത്തിലേക്ക് ഉയർന്നവരാണ്. അയാൾ പണ്ടത്തെ പോലെ വീണ്ടും എങ്ങനെ തിന്മ പ്രവർത്തിക്കും? കഷ്ടപ്പെട്ട് സോപ്പ് തേച്ച് ശരീരം മുഴുവൻ വൃത്തിയാക്കി നല്ല ഒരു കുളിയും പാസാക്കിയിട്ട് ഒരാൾ നദിയിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ പുറത്ത് കടന്നിട്ട് ഡ്രെയിനേജിൻ്റെ ഉള്ളിലിറങ്ങുമോ? ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞാൽ വീണ്ടും ആ മാലിന്യങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രവേശിക്കുക? അതുകൊണ്ട് കൊള്ളരുതാത്ത, ദുഷ്ടനായ, താന്തോന്നിയായ, അഹങ്കാരിയായ, മറ്റുള്ളവരോട് അനാവശ്യമായി തട്ടിക്കയറുന്ന, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരൊറ്റ ജ്ഞാനി പോലും ഇന്നേ വരെ ഈ ഭൂമുഖത്ത് ആവിർഭവിച്ചിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ജ്ഞാനികൾ നല്ലവരായിരിക്കും. നന്മയിൽ നിന്നാണ് അവർ ജ്ഞാനത്തിലേക്ക് ഉയർന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും തിന്മയുടെ ദിശയിലേക്ക് നീങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിന് നന്മ തിന്മകൾ ഇല്ലാതിരിക്കാം, ആ നന്മ തിന്മ എന്നുള്ള ഭേദം അവരുടെ ഉള്ളിൽ ഇല്ലാതിരിക്കാം. പക്ഷേ അവർ ഒരിക്കലും തിന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല. അവർ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും. കരോതി സർവമാചാരം. എന്തൊക്കെ നന്മയുണ്ടോ, അന്യർക്ക് എന്തൊക്കെ നന്മയുണ്ടാക്കുമോ അതെല്ലാം അവർ ചെയ്യാൻ സദാ സന്നദ്ധരായിരിക്കും. പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ദൃഢനിശ്ചയം അവരുടെ ഉള്ളിലുണ്ടാവും. ഞാൻ നല്ലത് പ്രവർത്തിക്കുന്നു എന്ന ചിന്തയുമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്ത പോലുമില്ല. പക്ഷേ അവര് നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവരാണ്. കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നാണ് ഗുരുദേവൻ പറയുന്നത്. എന്താണ് സാർ ആ ശ്ലോകം? ഓർമ്മയുണ്ടോ? അഹർനിശം എന്നൊരു വാക്കും വരും. രാപ്പകൽ സ്വാർത്ഥതയുടെ കണിക പോലുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ളവനാണ് ഒരു ജ്ഞാനി. കാരണം അദ്ദേഹം കാരുണ്യത്തിൻ്റെ മൂർത്തീഭാവമാണ്. ഈ ജ്ഞാനം നേടുക, ദ്വൈതത്തെ അതിക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിർദ്ദയനായി മാറുക എന്നല്ല അതിൻ്റെ അർത്ഥം. അപരിമിതമായ കാരുണ്യം അവരുടെ ഉള്ളിൽ സദാ നിറഞ്ഞു നിൽക്കുന്നു. അത് പുറത്തേക്ക് വഴിഞ്ഞൊഴുകും, ഒഴുകിയേ പറ്റൂ. ആ നന്മയുടെ അംശം ലോകം മുഴുവൻ പ്രസരിക്കും. ആ ജ്ഞാനത്തിൻ്റെ സുഗന്ധം പ്രപഞ്ചമാകെ വ്യാപിക്കും. അത് അജ്ഞാനികൾ അറിയുന്നില്ല. ഈശ്വരനാണ് ജ്ഞാനിയായി ഈ ഭൂമുഖത്തിൽ സഞ്ചരിക്കുന്നത്. ആ ഈശ്വരീയമായ ഭാവം, അതിൻ്റെ നന്മ ഈ ലോകത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല.
സുഷുപ്തസദൃശേ നിർവികൽപാത്മനി തിഷ്ഠതി ഇതി സുഷുപ്തസ്ഥഃ. ഗാഠനിദ്രയിൽ കഴിയുന്ന ഒരാളെ പോലെ ആയിരിക്കും ഈ ജ്ഞാനി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഗാഠനിദ്രയിൽ മനസ്സിൻ്റെ ചലനം അല്പം പോലുമില്ല. മനസ്സ് ലയിച്ചു പോകുന്ന ഒരവസ്ഥയാണ്, നിർവികൽപ്പമായ ഒരു സ്ഥിതിയാണ്. ആ നിർവികൽപ്പ സ്ഥിതിയിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഈ ജ്ഞാനികൾ. അവർ കർമ്മഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ച ഫലം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതിയോ പരിഭവമോ ഒന്നും ഈ ജ്ഞാനികൾക്കില്ല. നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് ഉദ്ദേശിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഫലം കിട്ടാതെ പോയാലോ അല്ലെങ്കിൽ വിപരീത ഫലം കിട്ടിയാലോ അതിനെക്കുറിച്ച് അവർ ദുഃഖിക്കാറില്ല. അശരീരാത്മഭാവസ്ഥിതേർ മൃതോപമഃ. ശരീരം ഞാനല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരം വെറും ജഡമാണ്, ശവമാണ്. ഈ ഭാവത്തോടുകൂടി കഴിയുന്നവരായതുകൊണ്ടാണ് അവരെ മരിച്ചവർ എന്ന് പറഞ്ഞത്. ശരീരത്തെ ജഡ വസ്തുവായി കണക്കാക്കുന്നു. ഉള്ളിൽ ചൈതന്യം സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ ചൈതന്യത്തിൻ്റെ നിറവാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇവർ മൃതരാണ്, ജ്ഞാനികൾ. പക്ഷേ ഉള്ളുകൊണ്ട് ഉജ്ജ്വലമായി ജീവിക്കുന്നവരാണ്. ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നവൻ്റെ ജീവിതം തിളക്കമാർന്നതാണ്. അവനെപ്പോലെ ഇത്രയും ഗംഭീരമായി ജീവിക്കുന്ന മറ്റൊരു വ്യക്തിയും ഉണ്ടാവില്ല. പക്ഷേ ഈ ശരീരവും മനസ്സും ബാഹ്യലോകവും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഇതൊന്നും സത്യമല്ല, ഇവയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ഉറപ്പോടുകൂടി അദ്ദേഹം കഴിയുന്നു. കരോതി സർവമാചാരം, എല്ലാ ആചാരത്തിലും അദ്ദേഹം മഗ്നനാണ്. ആചാരങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് ധാർമ്മികമായത്, നല്ലത്, അതിലൊക്കെ അദ്ദേഹത്തിന് പ്രാരബ്ധവശാൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ താൻ അകർത്താവാണ്, കർമ്മസ്പർശമില്ലാത്ത ആത്മാവാണ് ഞാൻ. അകർത്ര ആത്മപ്രതിഷ്ഠത്വാത് നകരോതി. ഞാൻ നിശ്ചലമായ ബോധമാണ്, കർമ്മസ്പർശമില്ലാത്ത പരമാത്മാവാണ് എന്ന ഉറപ്പുള്ളത് കൊണ്ട് അവർ ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ബഹിപ്പിച്ഛാഗ്രതരളാഹ അന്തർമേരുരിവസ്ഥിതാഹ എന്ന പദ്യത്തിലും പറയുന്നത്. ബാലകൃഷ്ണൻ നായർ സാർ കൂടെ ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമാണ്. ബഹിപ്പിച്ഛാഗ്രതരളാഹ. പിച്ഛം എന്ന വാക്കിന് മയിൽപീലി എന്നാണ് അർത്ഥം. പുറത്ത് കർമ്മരംഗത്ത് മയിൽപീലി പോലെ ചലിക്കുന്നു. ഈ മയിൽപീലി കണ്ടിട്ടുണ്ടോ? ചെറിയ ഒരു കാറ്റടിച്ചാൽ പോലും അത് വല്ലാതെ ചലിക്കും, അത്ര ലോലമാണത്. അപ്പോൾ ശരീരം കൊണ്ട് സദാ പ്രവർത്തിക്കും ചില ജ്ഞാനികളെങ്കിലും, എല്ലാവരുമല്ല. പ്രാരബ്ധമുണ്ടെങ്കിൽ ശരീരം കൊണ്ട് അവർ കർമ്മം ചെയ്തേ പറ്റൂ. അങ്ങനെ അവർ മയിൽപീലി പോലെ ഇളകുമ്പോഴും ഉള്ള് മഹാമേരു പർവ്വതം പോലെ സ്ഥിരമാണ്, അനക്കമില്ലാത്തതായി വർത്തിക്കുന്നു. അന്തർമേരുരിവസ്ഥിത. ഇങ്ങനെ ഒരേ സമയത്ത് ശരീരതലത്തിൽ ചലനവും തൻ്റെ ഉള്ളിൽ നിശ്ചലതയും, ഇത് രണ്ടും ഒരേ സമയത്ത് അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവരാണ് ഈ ജ്ഞാനികൾ എന്ന് പറയുന്നത്. ആ അവസ്ഥ ജ്ഞാനം നേടാത്ത ഒരു വ്യക്തിക്ക്, അജ്ഞാനിക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. പക്ഷേ അങ്ങനെ ഒരവസ്ഥയുണ്ട്, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്, അത് നമുക്കും നേടാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ അവസ്ഥയെ ഇത്രയേറെ വർണ്ണിക്കുന്നത്. രസികോത്യന്ത വിരസോ നിർഘൃണോ ബന്ധുവത്സലഃ നിർദ്ദയോത്യന്ത കരുണോ വിതൃഷ്ണസ്തൃഷ്ണയാൻവിതഃ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാൻ ഞാൻ ആളല്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് സത്യസന്ധമായ മറുപടി. കാരണം ഇത് അനുഭവമാണ്.
രസികഃ അത്യന്ത വിരസഃ. ഈ ജ്ഞാനി നല്ല രസികനായിരിക്കും എന്ന് പറഞ്ഞാൽ തമാശ പറയുന്നവൻ, ബോബനും മോളിയും വായിച്ച് ചിരിക്കുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. നല്ല രസികൻ, എപ്പോഴും രസിക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വ്യസനത്തിൻ്റെ, വിഷാദത്തിൻ്റെ നിഴൽ ഒരിക്കലും പ്രത്യക്ഷപ്പെടില്ല. എന്തും അദ്ദേഹത്തിന് രസമാണ്, എല്ലാം അദ്ദേഹത്തിന് ആനന്ദം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ രസികനാണ്, പക്ഷേ ഉള്ളുകൊണ്ട് പൂർണ്ണ വിരക്തനുമാണ്. വിരക്തനെ എങ്ങനെ രസിക്കാൻ പറ്റും? രസിച്ചാൽ അവനെ എങ്ങനെ വിരക്തനെന്ന് പറയാൻ പറ്റും? ഇത് രണ്ടും ഒരേ സമയത്ത് ജ്ഞാനിയിൽ സമ്മേളിച്ചിരിക്കുന്നു, രസികത്വവും വിരക്തിയും. രസികഃ അത്യന്ത വിരസഃ. അടുത്തത് കേട്ടോളൂ. നിർഘൃണോ ബന്ധുവത്സലഃ. അല്പം പോലും കണ്ണി ചോരയില്ലാത്തവനാണ് ഈ ജ്ഞാനി. നിർദയനാണ്. നിർഘൃണൻ, ഘൃണ എന്ന് പറഞ്ഞാൽ ദയ. നിർഘൃണനാണ്. ദയ എന്നുള്ളത് അല്പം പോലുമില്ല. എന്നാൽ അദ്ദേഹത്തെ പോലെ പരിജനങ്ങളോട് വാത്സല്യമുള്ള മറ്റൊരു വ്യക്തിയില്ല. പരസ്പര വിരുദ്ധങ്ങളായ വാക്കുകളെ യോജിപ്പിച്ച് ചേർത്ത് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിർദയനായാൽ അയാൾ എങ്ങനെ വാത്സല്യമുള്ളവനായിരിക്കും? നിർദയൻ എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? ആര് മരിച്ചാലും അദ്ദേഹത്തിന് ഒരു ദുഃഖവുമില്ല. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ ശിലാഹൃദയൻ, നിർദയൻ, ദുഷ്ടൻ, കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വരാത്തവൻ എന്നൊക്കെ പറയുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും എന്ത് സംഭവിച്ചാലും. ആ അർത്ഥത്തിൽ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം തികച്ചും നിർദയനാണ്. അല്പം പോലും കാരുണ്യമില്ലാത്തവനാണ്. പക്ഷേ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളോടും അത്യന്തം കാരുണ്യം കാണിക്കുന്ന വ്യക്തിയുമാണ്. ഇതെങ്ങനെ? അർത്ഥം ഒന്നാണോ രണ്ടാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറയുന്നത് കുറെയെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതർത്ഥത്തിലാണ് അദ്ദേഹം നിർദയൻ? ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം കാരുണികൻ? നിർദയോത്യന്ത കരുണഃ. ദയയില്ലാത്തവനാണ്, എന്നാൽ അത്യന്തം കാരുണ്യമുള്ളവനുമാണ്. വിതൃഷ്ണഃ തൃഷ്ണയാൻവിതഃ. വിതൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിരക്തൻ. മനസ്സിൽ അല്പം പോലും തൃഷ്ണ, കൊതി, ദുര, ആശ അല്പം പോലും ഇല്ലാത്തവനാണ്. എന്നാൽ മറ്റുള്ളവരോട് പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പലരോടും പലതരത്തിലുള്ള സംഘം ഉണ്ട് എന്ന് അജ്ഞാനികൾ കരുതും. ഇദ്ദേഹത്തിന് അല്പം പക്ഷപാതമുണ്ടോ? മറ്റേ ആളിനോട് അല്പം കൂടുതൽ സ്നേഹത്തോടു കൂടിയാണല്ലോ ഇദ്ദേഹം പെരുമാറുന്നത്. ഞാൻ വരുമ്പോൾ എന്നെ അത്ര പിടിത്തമില്ല അദ്ദേഹത്തിന്. ഇദ്ദേഹം എങ്ങനെ ജ്ഞാനിയാവാൻ പറ്റും? എല്ലാവരോടും ഒരേപോലെ പ്രവർത്തിക്കണ്ടേ? ചിലരോട് സംസാരിക്കാൻ അദ്ദേഹം അമിത താത്പര്യം കാണിക്കുന്നു, മറ്റു ചിലരോട് ഒരു ഉദാസീന ഭാവം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉള്ളിലും രാഗദ്വേഷങ്ങളുണ്ട്. യവൻ കൊള്ളില്ല, നമുക്ക് വേറെ ആളെ അന്വേഷിച്ചു പോവാം എന്ന് പോകുന്ന കൂട്ടരുണ്ട്. ജ്ഞാനികളുടെ ബാഹ്യമായ വ്യവഹാരങ്ങളെ അടിസ്ഥാനമാക്കി ജ്ഞാനിയെ അളക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹത്തെ അളക്കാനുള്ള അളവുകോൽ നമ്മുടെ പക്കലില്ല. അദ്ദേഹം ഓരോരുത്തരുടെ അടുത്ത് ഓരോ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭേദം ഉള്ളതുപോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എല്ലാവരും തുല്യരാണ്. അദ്ദേഹത്തിന് ഒരാളോട് ഇഷ്ടക്കൂടുതലോ വേറൊരാളോട് ഇഷ്ടക്കുറവോ ഒന്നുമില്ല. തികഞ്ഞ സമത്വമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ വ്യാഖ്യാനം കൂടെ വായിക്കാം, എന്നാലേ എന്തെങ്കിലും മനസ്സിലാവും. വിഷയസുഖേഷു അപി ആത്മസുഖമാത്രതാ ദൃശ രസികഃ. ഇദ്ദേഹം ഒരു രസികനാണെന്ന് പറഞ്ഞല്ലോ. അത് ഏതർത്ഥത്തിലെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾ, വിഷയസുഖങ്ങൾ, ഈ വിഷയസുഖങ്ങളെ അദ്ദേഹം
പ്രാരബ്ധവശാത് അനുഭവിക്കുമ്പോഴും അതും ആത്മസുഖമാണ് എന്നാണ് അദ്ദേഹം കാണുന്നത്. നമ്മൾ ഈ പറയുന്ന അല്പമാണ്, പരിത്യജിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഈ ഇന്ദ്രിയ സുഖങ്ങളുണ്ടല്ലോ, ഭൗതിക സുഖങ്ങൾ, അതൊക്കെ ആത്മസുഖത്തിൻ്റെ പ്രകടനങ്ങളാണ്. ഒരു അനന്തമായ സുഖത്തിൻ്റെ ഏതാനും തുള്ളികളാണ് ലൗകിക സുഖങ്ങൾ എന്ന് പറയുന്നത്. അവയൊന്നും സുഖമല്ല എന്ന് വേദാന്തത്തിന് അഭിപ്രായമില്ല. അനന്തമായ ആത്മസുഖവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ വെറും അല്പം എന്നേ അവർ പറയുന്നുള്ളൂ. വെള്ളത്തിൻ്റെ തുള്ളികളെ സമുദ്രമാണെന്ന് വിചാരിക്കരുത്. അത് ചെറിയ ഒരു തുള്ളി മാത്രമാണ്. സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ കഥ! ഇത് ബാലകൃഷ്ണൻ നായർ സാർ കൂടെ പറയുന്നത്. എന്താ കഥ! അദ്ദേഹത്തിൻ്റെ ചില ആംഗ്യവിക്ഷേപങ്ങൾ, ചില പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില ശാരീരിക ചലനങ്ങൾ, ഇതൊക്കെ ഞാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തല ഇങ്ങനെ ചിലപ്പോൾ തടവും. അതുപോലെ കസേരയിലിരിക്കുമ്പോൾ ഈ കസേരയുടെ നമ്മൾ ഈ കൈ വയ്ക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അവിടെ അതിനിട്ട് ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു തടവുണ്ട്. ഓരോരുത്തരുടെ അംഗവിക്ഷേപം എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. അത് ശരീരത്തിൻ്റെ ചലനം. എന്നാലും ഞാൻ കണ്ടത് പറയുന്നു, അത്രയേ ഉള്ളൂ. ഈ എന്താ കഥ അത് സാറ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുനാഥനെ അനുസ്മരിക്കാതെ ഇതുപോലെയുള്ള ഇതൊക്കെ വായിച്ചിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞവരല്ലേ. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര പ്രാവശ്യം കേൾക്കാനുള്ള അസുലഭ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വെറും വാക്കുകളാണ്. ജ്ഞാനിയുടെ ലക്ഷണങ്ങളെ വസിഷ്ഠ മഹർഷി രാമന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മൾ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പലപ്പോഴും വീട്ടിൽ ചെന്ന് കാണാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനുള്ള ഒരു പുണ്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും മേലെ ആവുമോ ഈ വിവരണങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. വിഷയസുഖേഷ്വപ്യാത്മസുഖമാത്രതാ ദൃശാരസിക. വിഷയസുഖങ്ങളിൽ പോലും ആത്മസുഖത്തെ കാണുന്നവരാണ് ഈ ജ്ഞാനികൾ. അതായത് ആ ആത്മാവിൻ്റെ അനന്തമായ സുഖത്തിൻ്റെ ഒരു കണികയാണ് ഏത് വിഷയസുഖവും എന്ന് അദ്ദേഹം കാണുന്നു. വിഷയദൃശ ത്വത്യന്ത വിരസഃ. പക്ഷേ ഇതെല്ലാം ഇന്ദ്രിയ മനസ്സുകളിലൂടെ അനുഭവപ്പെടുന്ന സുഖങ്ങളായതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന് വിരസതയാണ് തോന്നുന്നത്. ഇതൊക്കെ അനുഭവിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവുന്നില്ല. പക്ഷേ ആത്മസുഖത്തിൻ്റെ അംശങ്ങളാണ് ഈ ലൗകിക സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് അദ്ദേഹം വ്യക്തമായി അറിയുന്നു. ഇനി നിർഘൃണൻ, ദയയില്ലാത്തവൻ, കാരുണ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞല്ലോ. സ്വീയതാ ബുദ്ധി അഭാവാത് നിർഘൃണ. എന്തിനെയെങ്കിലും സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് അദ്ദേഹത്തിന് വിചാരമില്ലാത്തത് കൊണ്ട് എല്ലാറ്റിനോടും അദ്ദേഹം നിർദ്ദയത്വം പ്രദർശിപ്പിക്കുന്നു. നമുക്ക് ഒന്നിനോട് പ്രതിപത്തി തോന്നുമ്പോഴാണ് അത് വേണമെന്ന് തോന്നുന്നത്. ഇദ്ദേഹത്തിന് ഒന്നിലും സ്വീയതാബുദ്ധിയില്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് വേണം, ഇത് കൊള്ളാം, ഇതെനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഒന്നിനെ അനുഭവിക്കണം, അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരർത്ഥത്തിൽ കണ്ണിച്ചോരയില്ലാത്തവനാണ്, നിർഘൃണനാണ്. ഇനി സ്വാത്മതാബുദ്ധ്യാതു നിരുപാധി പ്രേംണ ബന്ധുഷു വത്സലഃ. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും ഞാൻ തന്നെ, ആത്മാവ് തന്നെ എന്ന് അദ്ദേഹം കാണുന്നത് കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, എല്ലാവരും കുടുംബാംഗങ്ങൾ. അപ്പോൾ ആ കുടുംബാംഗങ്ങളോട്
അദ്ദേഹം വാത്സല്യം കാണിക്കാതെ അദ്ദേഹത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റും? പക്ഷേ ആരോടും സംഘമില്ല. ആ സംഘമില്ലായ്മയാണ് നിർദ്ദയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം തൻ്റെ തന്നെ പ്രതിബിംബങ്ങൾ, എല്ലാം ഞാൻ തന്നെ എന്ന് അദ്ദേഹം അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സകല ജീവജാലങ്ങളോടും വാത്സല്യം മാത്രമാണുള്ളത്. ദയാവിഷയ ദ്വിതീയ ആദർശനാത് നിർദ്ദയ. ഈ നിർഘൃണൻ, നിർദ്ദയൻ, ഇത് രണ്ടിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. എന്നാലും രണ്ട് വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഏതർത്ഥത്തിലാണ് നിർദ്ദയൻ എന്ന് ചോദിച്ചാൽ, ദയാവിഷയ ദ്വിതീയ ആദർശനാത്. ഇവിടെ ആരോട് കാരുണ്യം കാണിക്കാൻ, ആരോട് ദയ കാണിക്കാൻ? ഒക്കെ ആത്മാവ്, ആനന്ദഘനമായ സത്യം. ആത്മാവിനോട് നമ്മൾ ദയ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ചു. റോട്ടിൽ കിടന്ന ഒരു ചെറിയ പൂച്ചക്കുട്ടി, അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് അത് മഴ നനഞ്ഞ് ആകെപ്പാടെ വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥിതി കണ്ടിട്ട് സഹിക്കുക വയ്യാതെ അതിനെ കൊണ്ടുവന്ന് അതിനെ ഒരു ചെറിയ പാത്രത്തിൽ പാലൊക്കെ വെച്ച് അതിന് ചെറിയ ഒരു തുണി കൊണ്ട് തണുപ്പൊന്നും അടിക്കാതെ അതിനെ മൂടി പുതപ്പിച്ച് അങ്ങനെയൊക്കെ കിടത്തി. ഇത്രയും ഓമനിച്ച് താലോലിച്ച് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഈ പൂച്ച രാത്രി എങ്ങാണ്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ്റെ 2-3 വീട് ഇപ്പുറത്താണ്. അപ്പോൾ എപ്പോഴും ഈ പോലീസ് ജീപ്പ് ഇങ്ങനെ വന്ന് തിരിയും. അവർ നല്ല വേഗത്തിലാണ്, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നല്ല വേഗത്തിലാണ് കൊണ്ടുത്തിരിക്കുന്നത്. ആ ജീപ്പിൻ്റെ ടയറിനടിയിൽപ്പെട്ട് ഈ പൂച്ച ചതഞ്ഞരിഞ്ഞ് കിടന്നു. നമ്മൾ കോലമിടുന്ന ആ അതേ സ്ഥലത്ത് തന്നെ. വല്ലാത്ത വിഷമം തോന്നി. സാറിൻ്റെ അടുത്ത് പോയി, ഞാൻ എൻ്റെ അനിയത്തിയും. സാറേ, ഒരു പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കി. അത് നമ്മുടെ വീട്ടിൻ്റെ നടയിൽ തന്നെ ഏതോ വണ്ടിയോ വാഹനമോ ഏതിൻ്റെയോ ടയർ കയറി അത് മരിച്ചു കിടക്കുന്നു. കാണാൻ കഴിഞ്ഞില്ല സാറേ ആ കാഴ്ച. വല്ലാത്ത ദുഃഖമുണ്ടായി. സാറിൻ്റെ പ്രതികരണം കേൾക്കണോ? പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച നിങ്ങൾ മണ്ടന്മാർ. നിങ്ങൾ ആരപ്പാ രക്ഷിക്കാൻ? ജഗതീശ്വരനാണ് അതിൻ്റെ ആയുസ് തീരുമാനിച്ചത്. അത് മരിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. നിങ്ങൾ ആരാണ് അതിനെ രക്ഷിക്കാൻ? ഒന്നിനെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ മണ്ടന്മാരായതുകൊണ്ടാണ്. എന്ന് വെച്ച് ആരെയും രക്ഷിക്കേണ്ട, സമൂഹത്തെ ഉദ്ധരിക്കേണ്ട എന്നല്ല. ഞാൻ ഒന്നുമല്ല, ഈശ്വരൻ എന്നെ ഒരു ഉപകരണമായി പ്രവർത്തിപ്പിക്കുന്നു. അല്ലാതെ ഞാൻ ആരാണ് ദയ കാണിക്കാൻ? എല്ലാം ഈശ്വരൻ അധീനമായിരിക്കുമ്പോൾ ഇവിടെ ഈ ഞാനെന്നുള്ള ഭാവത്തിന് എന്തു പ്രസക്തി? അങ്ങനെ ആ അഹംഭാവം അല്പം പോലും ഉള്ളിലില്ലാത്തത് കൊണ്ട് ഇനി മറ്റൊന്നിനോടാണ് നമ്മൾ എപ്പോഴും സഹതാപവും ദയയും ഒക്കെ കാണിക്കുന്നത്. താനല്ലാതെ മറ്റൊന്നില്ലെങ്കിൽ നിങ്ങൾ ആരോട് ദയ കാണിക്കും? ആരോട് കാരുണ്യം കാണിക്കും? അദ്വയമായ സ്ഥിതിയിൽ കാരുണ്യം കാണിക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാരുണ്യമില്ല, ദയവില്ല. അതുകൊണ്ട് അദ്ദേഹം നിർദ്ദയനാണ്. ഇതൊക്കെ ഏതർത്ഥത്തിൽ എന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം. പക്ഷേ ജ്ഞാനികളോളം കാരുണ്യം മറ്റാർക്കാണ് ഈ ലോകത്തിലുള്ളത്? ദയാവിഷയ ദ്വിതീയ അദർശനാത് നിർദ്ദയ സ്വദേഹൗമ്യേന പരശരീരേപി സുഖദുഃഖ ദർശനാത് അത്യന്ത കരുണ. ഇനി മറ്റൊരു വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ എല്ലാ ശരീരങ്ങളിലും ഞാനാണ് കുടികൊള്ളുന്നത്. ആ ശരീരങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ ദുരിതങ്ങൾ അകറ്റാനോ ഞാൻ പ്രവർത്തിക്കുന്നതിൽ എന്താ തെറ്റ്? ഐ ആം ഹെൽപ്പിംഗ് മൈസെൽഫ്. ഞാൻ എന്നെ സഹായിക്കുന്നത് തെറ്റാണോ? എൻ്റെ ദുഃഖം മാറ്റാൻ ശ്രമിക്കുന്നത് തെറ്റാണോ? വേറൊരു ശരീരത്തിലിരിക്കുന്ന എന്നെ ഞാൻ സഹായിക്കും. അത് ഞാൻ തന്നെ, എൻ്റെ പ്രതിബിംബമാണ്. ഈ ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, എല്ലാറ്റിനെയും ആത്മമയമായി കാണുന്നത് കൊണ്ട്, എല്ലാ ശരീരങ്ങളും തൻ്റെ ശരീരമായി കാണുന്നത് കൊണ്ട്, മറ്റൊരു ശരീരത്തിലും
സുഖദുഃഖ ദർശനങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ജ്ഞാനിയും സന്തോഷിക്കും. മറ്റുള്ളവരുടെ കണ്ണ് നനയുമ്പോൾ ജ്ഞാനിയുടെയും കണ്ണ് നനയും. പക്ഷേ ഉള്ളിൽ സുഖദുഃഖങ്ങൾ അശേഷമില്ല. പിന്നെ എങ്ങനെയാ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത്? അത് ജ്ഞാനിയോട് ചോദിക്കുന്നില്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ തന്നെ. ആ ശരീരത്തിൽ ഇരുന്ന് കരയുന്നത് ഞാൻ തന്നെ. അതുകൊണ്ട് അത് കാണുമ്പോൾ എൻ്റെ മനസ്സലിയുന്നു. ആ ശരീരത്തിലിരുന്ന് ആ ജീവി സന്തോഷിക്കുമ്പോൾ രസിക്കുമ്പോൾ അവിടെയും രസിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ആ ജീവിയോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു, രസിക്കുന്നു. എന്താണ് തെറ്റ്? ഏവം പൂർണ്ണത്വാത് സ്വയം വിതൃഷ്ണഃ. ഇതുപോലെ താൻ പൂർണ്ണനായതുകൊണ്ട്, താനല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒന്നിനോടും തൃഷ്ണയില്ല, ഒന്നിലും കൊതിയില്ല. ഒന്നിനെയും സ്വന്തമാക്കണമെന്നോ അനുഭവിക്കണമെന്നോ ഉള്ള കൊതി, ആഗ്രഹം ഉള്ളിലില്ല. എന്നാൽ 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 അജ്ഞജനോദ്ധാര സ്വഭാവാത് തദ്ധിത തൃഷ്ണയാൻവിതഃ. ഈ അജ്ഞാനികൾ പിടയുന്നത് ഒരു ജ്ഞാനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് നല്ലതുപോലെ അറിയാം. പക്ഷേ ഈ പാവപ്പെട്ട അജ്ഞാനികൾ, ലൗകികന്മാർ, അവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ അവരെ ഉദ്ധരിക്കണം, അവരുടെ ദുഃഖം നീക്കണം, ഞാൻ എത്തിയ അതേ നില അവരും കൈവരിക്കണം എന്ന ഒരു കാരുണ്യം അവർക്ക് തോന്നുന്നു. ആരാ ഇതിനൊക്കെ ഉത്തരവാദി? അദ്ദേഹമാണ് ജഗതീശ്വരൻ. ജ്ഞാനി ബ്രഹ്മമാണ്. പക്ഷേ ആ ജീവഭാവത്തോടു കൂടി ചേർന്നിരിക്കുമ്പോൾ ഈശ്വരൻ ആ ജ്ഞാനിയിലൂടെ പ്രവർത്തിക്കുന്നു. ഈശ്വരൻ പരമകാരുണികനാണ് എന്ന സത്യം വിസ്മരിക്കരുത്. അങ്ങനെയാണ് ഈ ജ്ഞാനികൾ എല്ലാവരോടും ദയവ് കാണിക്കുന്നവരായി കഴിയുന്നത്. അജ്ഞജനങ്ങളെ ഉദ്ധരിക്കുന്നത് അവരുടെ സ്വഭാവമായതുകൊണ്ട്. അങ്ങനെ ഈ അജ്ഞാനികളുടെ ദുഃഖം മാറ്റാൻ ആരാണ് ഈ ജ്ഞാനിയുടെ ഉള്ളിൽ പ്രേരണ നൽകുന്നത് എന്ന് ചോദിച്ചാൽ ആ സത്യത്തെയാണ് ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നത്. ജ്ഞാനിക്ക് പ്രത്യേകിച്ച് ആരോടും കാരുണ്യമോ നിർദ്ദയത്വമോ ഒന്നുമില്ല. പക്ഷേ ഒരു മനസ്സുണ്ട്, ഒരു ശരീരമുണ്ട്. ഞാൻ ഒരു നിഴല് പോലെയെങ്കിലും ഈ ശരീരത്തിനകത്തുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ആ ശരീരവും മനസ്സും പ്രാണനും ബുദ്ധിയും എല്ലാം. അദ്ദേഹം താൻ ആത്മാവാണ് എന്ന അറിവ് നേടി. പക്ഷെ നിഴല് പോലെയുള്ള ഒരു സാധനം ഇപ്പോഴുണ്ടല്ലോ, അത് ഈശ്വരൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അല്ല, ഈ ഈശ്വരൻ എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയല്ലേ? ഞാൻ ഈശ്വരനാണ് എന്ന സത്യം അറിഞ്ഞ വ്യക്തിയല്ലേ ഈ ജ്ഞാനി? അതെ. എന്നാലും ഈശ്വരൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കും. ഈശ്വര ശക്തിക്ക് വിധേയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വൈരുദ്ധ്യങ്ങളും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ് ജ്ഞാനി ഹൃദയം. എല്ലാ വൈരുദ്ധ്യങ്ങളും സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങളേ ഇല്ല എന്നും മനസ്സിലാക്കണം. ഏകത്വം മാത്രമേ ജ്ഞാനിയുടെ ഉള്ളിലുള്ളൂ. ആത്മാവല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലില്ല. എന്നാൽ അദ്ദേഹം കാരുണ്യം കാണിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, ലോകത്തെ ഉദ്ധരിക്കുന്നു, മറ്റുള്ളവരെ ജ്ഞാനോപദേശത്തിലൂടെ മോക്ഷസ്ഥിതിയിലേക്ക് നയിക്കാൻ അദ്ദേഹം രാപ്പകൽ പ്രയത്നിക്കുന്നു. ഇതിലെന്താ തെറ്റ്? പക്ഷേ അദ്ദേഹത്തിന് ഞാനാണിതെല്ലാം ചെയ്യുന്നത്, ഇപ്പം ശരിയാക്കി കളയാം, എല്ലാം നേരെയാക്കി കളയാം, അങ്ങനെയുള്ള വ്യാമോഹമൊന്നും അദ്ദേഹത്തിനില്ല. താനല്ലാതെ മറ്റൊന്നുമില്ല. തന്നെ സഹായിക്കുന്നത് തൻ്റെ ധർമ്മമാണ്. പല ശരീരങ്ങളിൽ കുടികൊള്ളുന്നത് താൻ തന്നെയാണ്. ഇത് വെറും ഒരു നാടകം, ഒരു കളി, ഒരു തമാശ. എപ്പോഴും നല്ല രസിച്ചു കഴിയുന്നവനാണ് ഈ ജ്ഞാനി. നിർത്താം.